എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് 63ാം കേരള സ്കൂൾ കലോത്സവം കാണാൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരം ടൗണിലാണ് നമ്മൾ. അകത്തേക്ക് പോയി അടുത്ത വിശേഷങ്ങൾ നമ്മൾ കണ്ടുവരാം. അങ്ങനെ കേരള സ്റ്റേറ്റിലുള്ള 14 ജില്ലകൾ ഒത്തൊരുമിച്ചുള്ള ഒരു കലാമേളയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളെന്ന് പറയാനെ കൊണ്ട് എല്ലാവരും ഇല്ല എങ്കിൽ തന്നെയും സഹോദരിമാർ 2 ഒപ്പം ഭാര്യയും മകളും, അങ്ങനെ നമ്മൾ ഇത്രയും പേരുണ്ട്. ഇവർ ഒത്തുള്ള ഒരു യാത്രയാണ് ഈ കലോത്സവം കാണുന്നതിനായിട്ട്. ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഇവിടെ സ്കൂൾ കലോത്സവം നടക്കുന്നതിൻ്റെ നമുക്കിതിന് വ്യക്തമായ വിവരങ്ങൾ അറിയത്തില്ല. ഞാൻ അതിൻ്റെ പേരിൽ നമുക്കൊരു മുഖപുര ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തരുന്നതിന് വേണ്ടി നമ്മളൊരാളിനെ അവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു വോളണ്ടിയറും ഇവിടുത്തെ ഒരു ഇൻസ്ട്രക്ടറും കൂടിയാണ് അദ്ദേഹം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം പറഞ്ഞു തരും. സാറേ, ഈ പ്രോഗ്രാം നടക്കുന്നത് ഇപ്പോൾ എത്ര സ്കൂളിലായിട്ടാണ് നടക്കുന്നതെന്ന് പറയുന്നത്? മൊത്തം 25 വേദികളിലായിട്ടാണ്. 25 വേദികൾ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള പല തിയേറ്ററുകളുടെ വിവിധ തിയേറ്ററുകളായിട്ട് 25 വേദികളിലാണ് ചെയ്യുന്ന കലോത്സവം നടക്കുന്നത്. അതിൽ മെയിൻ സെന്റർ എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയം. 5-ാം തീയതി മുതൽ 4-ാം തീയതി മുതൽ 8-ാം തീയതി 5 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആദ്യ ദിവസവും ഏകദേശം മെയിൻ സ്റ്റേജിലൊക്കെ ഏകദേശം 1:30 വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാത്രി 1:30 വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നലെ ഏകദേശം എനിക്ക് തോന്നുന്നു 9:00 നിശാഗന്ധിയും സെൻട്രൽ സ്റ്റേറ്റ് പ്രോഗ്രാം തിയേറ്ററുകളാണ് ടാഗോർ തിയേറ്ററൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കലോത്സവത്തിന് വേണ്ടി തിയേറ്ററുകളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ വരാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് താമസ സൗകര്യങ്ങൾ ഈ തൊട്ട് അടുത്തുള്ള സ്കൂളുകളിൽ അവർക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവർ ഓരോ കുട്ടികൾക്കും അവരുടെ കൂടെ വരുന്ന കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും ഈ വിവിധ സ്റ്റേജുകളിൽ എത്താൻ വേണ്ടിയുള്ള ട്രാൻസ്പോർട്ട് സൗകര്യം എല്ലാ സ്ഥലത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഇതിന്റെ ചെലവുകൾ വഹിക്കുന്ന ഗവൺമെന്റ് ആണോ സ്കൂളാണോ? ഗവൺമെന്റ് മൊത്തം ഗവൺമെന്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ വിവിധ സംഘടനകളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, പിന്നെ അധ്യാപക സംഘടനകളുണ്ട്. ഇവിടെ എല്ലാം കൂടെ കൂട്ടായ പ്രവർത്തനത്തിൽ 15,000-ഓളം കുട്ടികളുണ്ട്. പിന്നെ ഞാൻ ഈ SME സ്കൂളിൽ തന്നെ അധ്യാപകനാണ്. കമ്പ്യൂട്ടർ സയൻസിൽ അധ്യാപകനാണ്. ഇത് ഇവരുടെ ഈ എൻ്റെ സ്കൂളിൽ തന്നെ ഏകദേശം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്, കുട്ടികളെ ഇട്ടിട്ടുണ്ട്. ടാഗോർ തിയേറ്ററുണ്ട്, മണക്കാടുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്കൂളിലും പോയി കുട്ടികളെ കറക്റ്റ് ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ടോ അവരെന്ത് ചെയ്യുക കൊടുക്കാനുള്ള ചുമതല നമുക്കാണ്. ഓരോ സ്ഥലത്ത് പോകുന്നുണ്ട്. അവർ ഇപ്പോൾ SPC മാത്രമല്ല, NSS ഉണ്ട്, JRC ഉണ്ട്, സ്കൗട്ട് ഉണ്ട്. അങ്ങനെ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കുള്ള ഇതുപോലെ സർവീസ് ചെയ്യുന്നു അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പങ്കാളികളാണ്. അത് തന്നെ അവർക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ്. രാവിലെ വരുന്നവർക്ക് ഉച്ചയ്ക്ക് പോകാം, ഉച്ചയ്ക്ക് വരുന്നവർ അടുത്തവർക്ക്, അങ്ങനെ എന്തായാലും രാത്രി 8 അവർ ആയിരിക്കും ഡ്യൂട്ടി. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഷിഫ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി അവസാനിക്കുന്നവരെ എന്ത് ചെയ്യണം, വോളണ്ടിയേഴ്സിന് കുട്ടികളുണ്ടാവും. എല്ലായിടത്തും കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. പല ഈ SPC മാത്രമല്ല, NSSന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പാചകപ്പുര ഇവിടെ നമ്മുടെ പുത്തരിക്കണ്ട മൈതാനത്ത് അവിടെയും സ്കൗട്ടും. പാചകപ്പുര എന്ന് പറയുന്നത് ഫുഡ് ഫ്രീ ആണോ? എല്ലാവർക്കും ഫ്രീ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ ഓരോ കൺസേൺഡ് ഓഫീസിനും പാസ് കൊടുക്കും. ഈ ഡ്യൂട്ടി ചെയ്യുന്നത് ഔട്ട്സൈഡേഴ്സിനൊന്നുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര തിരക്കുണ്ട്. ഞാൻ അതാണ് ചോദിച്ചത്. അവിടെ അതിനകത്ത് കഴിക്കാൻ തിരക്ക് വരില്ല, അത്രയ്ക്ക് സൗകര്യം അതിനകത്ത്. ഓരോരുത്തർ നമുക്ക് മീൻസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല. മനസ്സിലായി. അപ്പോൾ ചെല്ലുമ്പോൾ വെജ് ആണോ നോൺ വെജ് ആണോ? വെജ് ഏകദേശം ഇതാണ്. ഈ കുട്ടികൾക്കൊന്നും പാസിന്റെ ആവശ്യമില്ല, അവർക്ക് യൂണിഫോമിൽ ചെന്നാൽ. ഉദ്ഘാടകൻ മുഖ്യമന്ത്രി അവിടെ സെൻട്രൽ സ്റ്റേഡിയം. പിന്നെ എനിക്ക് അവിടെ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു നമ്മുടെ പാചകപുരം. ഓരോരുത്തരായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് നമ്മുടെ ഇവിടുത്തെ വന്നത് വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് മന്ത്രി GR അനിൽ സാറൊക്കെ ഇവിടെ വന്നത്. ഓരോരുത്തരും ഓരോ സെക്ഷനിലാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മളെല്ലാവരും രാത്രി 10-11 മണിയായിട്ട് നമ്മളോട് പോകും. കുട്ടികൾ അതുപോലെ തന്നെ അവരെല്ലാം വീടുകളിൽ എത്തിക്കണം. പല വരുന്നത്. സാറിന്റെ പേര്? എൻ്റെ പേര് സേതുലാൽ. ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനാണ്. അതുപോലെ തന്നെ ഞാൻ SPCയിൽ ചാർജുള്ള പോലീസ് ഘടന ചാർജുള്ളതാണ്. വിവിധ സ്ഥലങ്ങളോട് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നന്ദി. ഇത്രയും വിവരങ്ങൾ സാറിന് ലഭിക്കാൻ കഴിയുന്ന സന്തോഷമാണ്. ഇവിടെ പുത്തരിക്കണ്ട മൈതാനത്ത്
നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് പോവാണ്. ഇതിനടുത്തായിട്ട് പ്രോഗ്രാം നടക്കുന്ന ഒരു സ്കൂളുണ്ട്. ജസ്റ്റ് അവിടുത്തെ അത്യാവശ്യം സ്റ്റേജ് പ്രോഗ്രാം നമുക്ക് വാച്ച് ചെയ്ത് വരാം. ഒരു ഉത്സവ പ്രതീതിയുണ്ട് ഇവിടെ, അല്ലയോ? മൊത്തത്തിലൊരു തിരക്കും ഒരു ജനപ്രവാഹം, ഭയങ്കരമായിട്ടൊരു ചെറിയ കമ്പോളവും എല്ലാം ഉണ്ട് ഇവിടെ. അത്യാവശ്യം ചെരുപ്പ്, ഫ്രൂട്ട്സ്. അപ്പോൾ ഇവിടെ അടുത്തൊരു കലോത്സവം നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആദരവോടെ വാഴൂ ആദരവോടെ വാഴൂ കീർത്തിയേറിയ ധീര മഹാരാജൻ ചവിട്ടുനാടകം അല്ലേ? ചവിട്ടുനാടകത്തിനേക്കുള്ള ടീമിനെ പ്രിപ്പയർ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പുറത്തുണ്ട് ഗ്രൂപ്പല്ലേ. AD 469 പോപ്പ് ഗലേസിയസ് ഫെബ്രുവരി 14 സ്നേഹമനസ്സുകളുടെ ഇഷ്ടത്തോഴനായ വിശുദ്ധ വാലന്റൈൻ്റെ ഓർമ്മദിനം ആചരിച്ചു. കലോത്സവം 63ാമത് കലോത്സവം ഇന്ന് നടക്കുന്നത് നമ്മളെ അത്യാവശ്യം ഒരു സ്റ്റേജിൽ 4ാമത്തെ ഒരു വേദിയിൽ, അതായത് ആ തിയേറ്ററിൽ കയറിയിട്ട് നമ്മൾ കണ്ട് നമ്മൾ ഇറങ്ങി. ഇവിടെ നമ്മളൊരു കടയിൽ കയറി, ബുഹാരി ഹോട്ടൽ കയറി നമ്മൾ അത്യാവശ്യം. ഇനി നമ്മൾ അടുത്തായിട്ട് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഡ്വൈസർ വണ്ടി ഓടിക്കുന്നു. ബാക്കി നമ്മുടെ 3 അംഗങ്ങളും പുറകിൽ ഇരിപ്പുണ്ട്. ശംഖുമുഖം ഏരിയയിലേക്കാണ് നമ്മൾ പോവുക. നമ്മുടെ ശംഖുമുഖം കടൽത്തീര ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. പോവഴിക്കുള്ള കാഴ്ചകൾ പുറകാല്. അങ്ങനെ പുതുവർഷത്തെ ആദ്യത്തെ ആഴ്ച ഒരു യാത്രയായിക്കോട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ നമ്മുടെ കലോത്സവം കണ്ടു, ഫുഡ് കഴിച്ചു, തിരിച്ച് ശംഖുമുഖം വഴി ഇവിടെ ജീവനുള്ള പുൽക്കൂട് ഉണ്ടെന്ന് പറയുന്നത്. ഡേറ്റ് കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല. 1-ാം തീയതി വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടായിരുന്നു 10-ാം തീയതി വരെ ഉണ്ടെന്നുള്ളതാണ് അറിവ്. അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ ശംഖുമുഖം വഴി വന്നതാണ്. പാളയത്തുണ്ടായിരുന്നു, അത് ബന്ധായെന്ന് അറിഞ്ഞത്. ജീവനുള്ള പുൽക്കൂട്, കാര്യം അതിലെ ഉണ്ണിയേശുവും മാതാവും യൗസേപ്പും അങ്ങനെ എല്ലാം ഒട്ടകം വരെ ജീവനുള്ള ഒട്ടകത്തെ അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയൊരു ഏരിയയിലുള്ളൊരു പുൽക്കൂട്. അതൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു ധാരണയിൽ ഇറങ്ങിയാണ്. പക്ഷേ നമ്മൾ വൈകിപ്പോയി. സാരമില്ല, ഇതൊക്കെ യാത്രയുടെ ഭാഗങ്ങളാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത കാഴ്ചകൾ. അങ്ങനെ ശംഖുമുഖം കടലിന് സമാന്തരമായ റോഡിലൂടെ നമ്മൾ കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന കുറേ പുൽക്കൂടുകൾ നമ്മൾ കണ്ട്. ശംഖുമുഖത്ത് ഒരു മത്സ്യകന്യകയുടെ ഒരു ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ വെള്ളവും ഫൗണ്ടൻ സിസ്റ്റം അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ വെള്ളമെല്ലാം ഡ്രൈ ആയിരിക്കുന്നു, ചൂട് കാരണമായിരിക്കാം. അതിൻ്റെ സമീപത്തായിട്ട് ഒരു ഹെലികോപ്റ്റർ. അത്യാവശ്യം അവിടെ മരത്തണലിൽ അവിടെ എവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഹെലികോപ്റ്ററിന് സമീപത്തായിട്ടും കുറേ ജനങ്ങൾ കൂടി അതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഹെലികോപ്റ്ററാണ് കാണുന്നത്. ഒരു KSRTC മിനി ബസ്സിനോളം വലിപ്പമുണ്ട്. അതിൻ്റെ സമീപത്തായിട്ടുള്ളൊരു രൂപമാണ് ഈ കാണുന്നത്. അതെ, ഹലോ, ഞാൻ നിങ്ങളെ കണ്ടിരുന്നു, പരിചയപ്പെടാൻ പറ്റിയില്ല. എവിടുന്നാണ് വരുന്നത്? മലയിൻ കീഴ്. നിങ്ങളെങ്ങനെ വന്നെത്തിയത്? എങ്ങനെ സ്വന്തം വണ്ടിക്ക് വന്നോ? അതെ, അത് ശരി. നിങ്ങളെന്താ ഇന്ന് കാര്യം എന്താണ്? പഠിക്കുകയാണോ അതോ ജോബാണ്? പഠിക്കുവാണ്. എന്താണ് പഠിക്കുന്നത്? +1. വളരെ ജൂനിയറാണത്. എൻട്രൻസ് അത് കുഴപ്പമില്ല. പോളി അതും കുഴപ്പമില്ല. അപ്പോൾ 3 പേരും 3 സ്റ്റാറ്റസാണ്, 3 പൊസിഷനിലാണ് അല്ലേ? കസിൻസാണ്, റിലേറ്റീവ്സാണ്. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? രാവിലെ ഫുഡൊക്കെ കഴിച്ച? പേരെന്താണ്? നിയ. അനുഗ്രഹ. ആട്ടെ, നിങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച് എന്താണ് താല്പര്യം? കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ അനിവാര്യമോ അല്ലയോ? അതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഒന്ന് പറഞ്ഞാട്ടെ. കല്യാണം വേണോ? ഇവിടെയും പറഞ്ഞാട്ടെ. വേണം. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ വന്നൊരു PSC ടെസ്റ്റിന് പോയ കുട്ടികളായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് 2 കുട്ടികൾ വന്നിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ 2 പേരും പറഞ്ഞു അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് 27 വയസ്സ് പ്രായം കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അതൊക്കെ വലിയ തലവേദനകളല്ലേ. അപ്പോൾ ഇതിനെ പലരും പല രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയാനെ കൊണ്ടാണ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നിലനിർത്തുന്നതിനൊന്ന് പറയുന്നതിനുമാണ് ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം പരിചയപ്പെട്ടതിന് ഒത്തിരി സന്തോഷം. എപ്പോഴാണ് തിരിച്ചു പോവുക? ഇപ്പോഴും പോകുന്നുണ്ട്. സോ ഓക്കെ, ആയിക്കോട്ടെ. താങ്ക് യു. ഇവിടുത്തെ ഒരു കൽസ്തൂപമുണ്ട്. ഇതെല്ലാം ഓരോ കൽ പീസുകൾ ജോയിൻ്റ് ചെയ്ത്, സിമെൻ്റ് കൊണ്ട് ജോയിൻ്റ് ചെയ്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത്. ഇത് നമ്മുടെ പാലരുവി പോയാൽ ഇതേ രീതിയിലുള്ള ഒരു ചെറിയ തണലേകുന്ന ഒരു സംഗതിയാണിത്. എല്ലാം കല്ല് പാകിയിരിക്കുകയാണ്. ഓരോ പീസ് പാറകളും ഇങ്ങനെ കൽത്തൂണുകളിൽ ഭീമിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഇങ്ങനെ നമ്മൾ എന്താണെന്ന് പറയില്ല,
നല്ലൊരു വർക്കാണിത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ ഭയങ്കര ചൂടാണ്. കടൽക്കാറ്റുണ്ടെങ്കിൽ തന്നെയും നല്ല രീതിയിൽ ചൂടടിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു മടി കാരണമാണ് നമ്മൾ ആ കടൽ തീരത്തോട്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കാത്തത്. ഇത് വേറൊരു കൽമണ്ഡപമാണ്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഉയരം ഒത്തിരി കുറവാണ്. അതിനൊരു 3 മീറ്റർ ഉയരം ഉണ്ടെങ്കിൽ ഇതിനൊരു 1.5 മീറ്റർ ഉയരം മാത്രമേ ഉള്ളൂ. ഇതിലിരിക്കാൻ അല്പം സുഖമുണ്ട്. കാര്യം അത് കടലിൽ നിന്ന് കുറച്ച് ദൂരത്തോട്ട് നിൽക്കുന്നു. കണ്ടില്ലേ, ഇത്രയും ദൂരമുണ്ട്. ഒരു 30 മീറ്റർ കൂടുതൽ ദൂരത്തിലിരിക്കുന്നു. നല്ല കാറ്റുണ്ട്, അത്യാവശ്യം നല്ല തണലുണ്ട്. അങ്ങനെ ഒരു വിശ്രമ കേന്ദ്രം എന്ന് പറയാം, ജനങ്ങൾക്കൊരാശ്വാസം. അങ്ങനെ വരും വഴിയിൽ നമ്മളൊരു പള്ളി കണ്ടു. കാര്യം വളരെ പഴക്കമുള്ള പ്രശസ്തമായ ഒരു പള്ളിയാണ് വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത്. വിശ്വാസികൾ അത്യാവശ്യം ഇവിടെ നിന്ന് പ്രാർത്ഥനയും ഒപ്പം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെട്ടുകാട് പള്ളി, വെട്ടുകാട് ക്രിസ്തുരാജ പള്ളി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. പ്രാർത്ഥനയെന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണല്ലോ, പ്രത്യേകിച്ച് യാത്രാവേളയിൽ. ഇപ്പോൾ ഈ വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ലാറ്റിൻ കാത്തലിക്സ് ചർച്ചാണ്. തിരുവനന്തപുരം അതിരൂപതയിൽപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ. കൂടാതെ ഭാരതത്തിൻ്റെ അപ്പോസ്തോലനും രണ്ടാമത്തെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് സേവിയർ കാൽപ്പാടുകൾ ഇവിടെ പതിഞ്ഞിരിക്കുന്നുണ്ട് ഈ കടൽ തീരത്ത്. ആ സ്ഥലത്താണ് പോർട്ടുഗീസുകാർ ഒരു ദേവാലയം പണിഞ്ഞത്. അപ്പോൾ പോർട്ടുഗീസുകാർ പണിഞ്ഞ ആ പഴയ ദേവാലയം പൊളിച്ച് കളഞ്ഞതിന് ശേഷം 2007 പുതിയൊരു കൺസ്ട്രക്ഷൻ തുടങ്ങി. ഏതാണ്ട് ഈ പുതിയ പള്ളി പണിയുന്നതിനായിട്ട് 11 വർഷക്കാലം എടുത്തു എന്നുള്ളതാണ് അറിവ്. ഏതാണ്ട് 2018 ഇതിൻ്റെ ബ്ലസ്സിങ്. അപ്പോൾ സാമ്പ്രാണി കത്തിക്കുന്നു എന്നുള്ളത് ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. സാധാരണ കേരളത്തിൽ അങ്ങനെ സാമ്പ്രാണി കത്തിക്കുന്ന ക്രിസ്ത്യ ദേവാലയങ്ങളില്ല. എങ്കിൽ ഇവിടെ അതുണ്ട്. കാര്യം ഇത് നാനാജാതി മതസ്ഥർക്കും തുല്യ അവകാശം, അവർക്ക് ഏത് രീതിയിലുള്ള നേർച്ച കാഴ്ചകളും ചെയ്യാൻ അർപ്പിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്തിരിക്കുന്നതാണ്. വെട്ടുകാട് പള്ളിയുടെ കൊടിമരമാണ് ആ കാണുന്നത്. കണ്ടില്ലേ, കറക്റ്റൻ്റെ മുറ്റത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ പള്ളിയിലെ പ്രധാന ആരാധനയും ശുശ്രൂഷയും നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. എല്ലാ ദിവസങ്ങളും ഉണ്ടെങ്കിൽ മെയിനായിട്ട് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അന്നേ ദിവസം നല്ല രീതിയിൽ തിരക്കാണ് ഈ പള്ളിയിലുള്ളത്. പള്ളിയുടെ ഇന്നറാണ്. അത്യാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഉൾവ്യൂ എടുത്തതാണ്. റഷ്യൻ ജനങ്ങൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. വലിയ റഷ്യയിലൊന്നും അങ്ങനെ ഓരോ വിശ്വാസികളും അവരുടെ പ്രാർത്ഥനയുടെ സഫലീകരണത്തിനായിട്ട് മെഴുകുതിരി കത്തിച്ച് അവരുടെ നേർച്ചകൾ നിറവേറ്റുന്ന ഒരു ഏരിയയാണ്. ക്യാൻഡിൽസ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉരുകി വീഴുന്ന ആ മെഴുക് താഴെ തന്നെ ഇവിടെ സ്റ്റോറായിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൽ വീണതിന് ശേഷം കണ്ടില്ലേ, ഇത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് മെഴുകുതിരിയായിട്ട് തിരിച്ചു. ഈ ഏരിയ എന്ന് പറയുന്നത് മൊത്തം എനിക്ക് തോന്നുന്നു പള്ളിയുടെ ഏരിയയാണ്. ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു കട ഈ ഏരിയയിലില്ല. കാര്യം ഇത് മൊത്തം പള്ളികളുടെ പ്രോപ്പർട്ടിയാണ്. എത്രയൊക്കെ സ്ഥലമുണ്ടെന്നറിയോ, വിസ്തീർണം ഏരിയ ഇങ്ങനെ കിടക്കുകയാണ്. നല്ലൊരു ഗ്രൗണ്ടാണിത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 ഹെക്ടർ സ്ഥലം കാണും മൊത്തത്തിൽ. അതിലോരോരോ അവരുടെ ഓരോ സ്ഥാപനങ്ങളും പള്ളികളും ചെറിയ ചാപ്പലുകളും അങ്ങനെയാക്കി തീർത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ വെട്ടുകാട് പള്ളി നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങി വരുന്ന വഴിയിൽ തന്നെ കൊച്ചുവേളി എന്ന സ്ഥലത്ത് അവിടെ ഒരു പള്ളിയും
അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് ഫാദർ, പിന്നെ മഞ്ഞ് മലയും, അങ്ങനെ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇവിടെ ഇറങ്ങിയതാണ് കൊച്ചുവേളി സെൻറ്റ് ജോസഫ് ചർച്ച്. ഒരു കുഞ്ഞു പള്ളിയാണ്, എങ്കിൽ തന്നെ കുറേ കാലപ്പഴക്കമുള്ള ദേവാലയമാണ്. നല്ല രാത്രിയിൽ കാണാനാണ് ഭംഗി. നല്ല സ്റ്റാർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇലുമിനേഷൻ എല്ലാം അത്യാവശ്യം. അപ്പോൾ ഇതെല്ലാം പരിപാടികൾ കഴിഞ്ഞല്ലേ? ഞാനോർത്ത് ഇനി 10-ാം തീയതി വരെ കാണുമായിരിക്കുമെന്ന്. ഞാൻ അങ്ങനെ അറിഞ്ഞത്. അതുവഴി അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴിയൊക്കെ ഇറങ്ങി വന്നത്. എല്ലാ രൂപങ്ങളെല്ലാം അടുക്കി വെക്കുകയാണല്ലേ? ഇനിയിപ്പോൾ അടുത്ത വർഷം ദൈവം അനുവദിച്ചാൽ അല്ലേ? അങ്ങനെ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സാന്താ. അതുകൊണ്ട് 6-7 മീറ്റർ ഉയരമുള്ളൊരു നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം അവർ ഊരി മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ മഞ്ഞ് പെയ്ത് കിടക്കുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആര് കണ്ടു വന്നു കഴിഞ്ഞാൽ നിർത്തി ഇതൊന്ന് കണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇത് രസം തന്നെയാണ്. ഇതെല്ലാം കോട്ടണാണിത്, വേസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുക. ഇനി ഇതെല്ലാം ഇവർ റീസ്റ്റോർ ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക് ഇനി ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. എന്താ എല്ലാം അത്യാവശ്യം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അത് ഇതൊക്കെ ചെയ്ത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് വെഞ്ഞാറമൂട് സ്ഥലമായിരിക്കുകയാണ്. ഏതാണ്ട് സമയം ഇപ്പോൾ 6 മണിയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേവരെ സേഫാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ചായ കുടിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു തട്ടുകട ഇങ്ങനെ നോക്കി നടക്കുകയാണ്. പക്ഷേ വണ്ടി പാർക്ക് ചെയ്ത് സൗകര്യത്തിന് ഒരു സ്ഥലം കിട്ടാത്തതിൻ്റെ പേര് അടുത്ത നമ്മൾ നോക്കി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചായയുടെ സമയം ആയില്ലെന്ന് തോന്നുന്നു. 6 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള സമയം ആയില്ലെന്ന് തോന്നുന്നു. അതായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ അടുത്തൊരു വീഡിയോ വരും വരെയും ഏവർക്കും നന്ദി, നമസ്കാരം.